വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചേ. അപ്പം എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥിതിക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ബാഴ്സലോണയുടെ തന്നെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ടിബിഡാബോ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതൊരു ഹില്ലിലാണ്. ഇങ്ങനെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ സമ്മർ വെക്കേഷനും കൂടി ആയതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കുമാണ്. അപ്പോൾ അതാ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പം ഇറങ്ങും. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ ഫ്ലാറ്റിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതാ മെട്രോയിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്ക് മെട്രോയിലെത്തിയിട്ട് ബാക്കി കാണാവേ. ഞങ്ങൾ നടക്കുവാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് മെട്രോയിൽ നടക്കാൻ വേണ്ടിയുണ്ട്. അപ്പം എന്താ നമ്മളിങ്ങനെ നടന്ന് ഏകദേശം എത്താറായി. സ്റ്റെപ്പ് ഇറങ്ങുവാണ്. അവർ രണ്ടും സ്ട്രോളർ ഉള്ളതുകൊണ്ട് ലിഫ്റ്റിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ മെട്രോയുടെ കയറാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ആ 1 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് മെട്രോ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പാണ്. വോൾദെ ഹെബ്രോൺ എന്നാണ് സ്റ്റോപ്പിൻ്റെ പേര്. മെട്രോയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ മെട്രോയിൽ കയറി നമ്മൾ തിരക്കെല്ലാം ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്ക് ഞാൻ ഔട്ടായി. പൊതുവേ എനിക്ക് ട്രാവൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മെട്രോയിൽ കയറിയ ഉടനെ തന്നെ എനിക്ക് പ്രശ്നങ്ങളാണ്. മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം മൈഗ്രെയിൻ്റെ ചെറിയ ഇഷ്യൂസും ഉണ്ട്. അങ്ങനെ അവസാനം നമ്മളിത് ആ സ്റ്റോപ്പിൽ എത്തി ഇറങ്ങി. ഇനി നമുക്ക് മെട്രോയിൽ നിന്ന് കയറി നമുക്കിനിയൊരു ബസ്സും കൂടി കയറണം. അപ്പം മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ബസ് കയറാൻ വേണ്ടി പോകാം. ഇതാ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അവിടെ കാണാൻ പറ്റും. അപ്പം ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാവേ നിങ്ങൾക്ക്. ഇവിടെ നിന്നിട്ട് അതാണ് ടിബിഡാബോ. അവിടെ ഒരു വലിയ ചേർച്ചും ഉണ്ട്. ആ ചേർച്ചാണിത്. ഹായ് പറഞ്ഞേ. നല്ല വെയിലുണ്ട്. വെയിലത്ത് നമ്മളിങ്ങനെ നടക്കുവാണ്. ഇനി ഇത് അടുത്ത ഒരു ബസ്സും കൂടെ കയറണം. അതിന് മെട്രോ ഇറങ്ങിയിട്ട് നമുക്കൊരു 3 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ എന്താ നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഈ ഇത്രയും നിൽക്കുന്ന ആൾക്കാരും അങ്ങോട്ടേക്കാണെന്നാണ് നിഗമനം. ബസ് വരാൻ വേണ്ടി കുറച്ച് സമയം എടുത്തായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ അപ്പുക്കുട്ടൻ അവിടെ സ്റ്റെപ്സിലൊക്കെ നിന്ന് കളിക്കാൻ തുടങ്ങിയായിരുന്നു. ബസ് വന്നു. ഞങ്ങൾ ബസ്സിൽ കയറി. ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. ബസ്സിൽ നമുക്കൊരു 20 മിനിറ്റ് ട്രാവലുണ്ട്.
അപ്പോൾ നമ്മൾ അടുത്തത് ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ഫ്യൂണിക്കുലാറിൽ കയറാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ബസ്സിൽ വരാൻ നേരത്തെ ടിക്കറ്റിൻ്റെ കൂടെ ഫ്യൂണിക്കുലാറിൻ്റെ എൻട്രിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്കാൻ ചെയ്ത് നമ്മളിത് അകത്തേക്ക് കയറാൻ പോവുകയാണേ. നമ്മൾ ഫ്യൂണിക്കുലാറിൽ കയറി. ഞങ്ങൾക്ക് മിഡിൽ സീറ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പം നമുക്ക് മുകളിലോട്ട് കയറുന്ന ഒരു വ്യൂ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, പക്ഷെ താഴെ നിന്നുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സറൗണ്ടിങ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോഴത്തേക്കും തന്നെ കുഞ്ഞാപ്പൂ ഉറങ്ങി, ഏകദേശം ഉറങ്ങി. അപ്പോൾ അവളെയും കൂടെ ഉറക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. ഫുൾ ബാഴ്സലോണ സിറ്റി നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു ഫുൾ ബാഴ്സലോണ സിറ്റിയുടെ വ്യൂ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് ആ വ്യൂ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് ഇവിടുത്തെ പാസ് കേട്ടോ. എല്ലാ അമ്യൂസ്മെൻറ്റ് റൈഡിലും കയറാൻ വേണ്ടിയിട്ടുള്ള പാസ്സാണ്. അങ്ങനെ അപ്പുവിൻ്റെ ഫ്രണ്ടും വന്നായിരുന്നു, മിട്ടു. അപ്പം അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇവർ തമ്മിൽ മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി വീണ്ടും കണ്ടിട്ട്. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യം ഒന്ന് പതുങ്ങി നിന്നായിരുന്നു, അപ്പോൾ പിന്നെ അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ ആക്ച്വലി ഒരു ഉച്ച സമയത്താണ് ടിബിഡാബോ എത്തിയത്. അപ്പം ഇവർക്ക് ഫുഡ് പുറത്തുനിന്ന് പൊതുവേ കഴിക്കാൻ അത്ര നമുക്ക് പറ്റിയ ഫുഡ് ഇവിടെ കിട്ടാറില്ല. അപ്പം നമ്മൾ ഫുഡെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. അപ്പം എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കുഞ്ഞാപ്പൂ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞാപ്പൂവിന് എഴുന്നേറ്റിട്ടാണ് പിന്നെ ഫുഡ് കൊടുത്തത്. ഇതും തന്നെ അപ്പൂനും മിട്ടൂനും കളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഏരിയയിലോട്ടാണ് പോയത്. പസിൽസൊക്കെ വെച്ച് കളിക്കുന്ന സ്ഥലം. അതിൻ്റെ ഇടയിൽ ഞാനും കയറിയിരുന്ന് കുറച്ചൊക്കെ കളിച്ചായിരുന്നു. അടുത്ത നമ്മൾ പോയത് മിറാമിറൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു മേസ് പോലെ ആയിരുന്നേ. അപ്പോൾ നമ്മൾ തുടക്കം കയറിയപ്പോൾ അയ്യോ ഇതിലൊന്നും ഇല്ലല്ലോ, ചുമ്മാ സിമ്പിളാണെന്നും പറഞ്ഞ് നമ്മൾ കയറിയതാണ്. പക്ഷേ ഞങ്ങളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഇത് എങ്ങോട്ടാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോവേണ്ടത്. അപ്പം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ടെന്നുള്ളതായിരുന്നു. അപ്പം ഫുള്ളും ഗ്ലാസും ലെൻസും പിന്നെ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള കളിയായിരുന്നു. അപ്പം നമുക്ക് ഇന്ന വഴി കൂടെ പോയാൽ പുറത്തേക്ക് പോകണോ, അപ്പം ചിലപ്പോൾ പുറത്തേക്ക് പോകേണ്ടത് ഗ്ലാസ്സിലോട്ട് ചെന്ന് തട്ടുമായിരിക്കും. അപ്പം ഭയങ്കര എൻജോയ് ചെയ്തു. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല ആക്ച്വലി ഈ ഏരിയ ഇത്രയും രസം ഉണ്ടായിരിക്കുമെന്ന്. അത് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു ഇതിനകത്ത് കയറിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വിങ്ങിലാണ് വന്നത്. എനിക്ക് സ്വിങ് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൂനെയും മിട്ടുവിനെയും കൊണ്ട് രാകേഷ് ഏട്ടനും കൂടി കയറാൻ വേണ്ടി ക്യൂവിൽ നിന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ക്യൂവിൽ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ നിന്നിട്ടാണ് ഓരോ റൈഡിലും കയറിയത്.
ഹൈറ്റിൻ്റെ ഇഷ്യൂ കാരണം അപ്പൂനും മിട്ടൂനും ഈ റൈഡിൽ കയറാൻ പറ്റിയില്ല. അപ്പം രാകേഷ് ഏട്ടനും അരന്തേട്ടനും കൂടിയാണ് ഈ റൈഡിൽ കയറിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത റൈഡിൽ എന്ന് പറയുന്നത് പൈററ്റ് എന്ന് പറഞ്ഞ റൈഡിലായിരുന്നു. അതിൽ ഞാൻ കയറിയായിരുന്നു. എനിക്ക് പൊതുവേ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. റോളർ കോസ്റ്ററിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാനും അപ്പവും രാകേഷ് ഏട്ടനും മിട്ടുവും കൂടിയാണ് ആദ്യം കയറിയത്. അത് കഴിഞ്ഞിട്ട് അരന്തേട്ടൻ പിന്നെ കയറി. കാരണം അപ്പോഴത്തേക്കും കുഞ്ഞാപ്പു പയ്യെ എഴുന്നേക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഭയങ്കര പിണക്കമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത കയറിയത് റോളർ കോസ്റ്ററിലായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. റോളർ കോസ്റ്റർ കഴിഞ്ഞിട്ട് ആകെ തളർന്ന് വന്നിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും കുഞ്ഞാപ്പു എഴുന്നേറ്റു. ആ സമയത്ത് അവർ ഒരു കുഞ്ഞു വാട്ടർ റൈഡ് ഉണ്ടായിരുന്നേ. അപ്പം അതിൽ അവരെ കയറ്റി വിട്ടു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പു ആക്റ്റീവായി. അപ്പോഴത്തേക്കും അടുത്ത ട്രംപോളിനിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അപ്പവും മിട്ടും ഭയങ്കര വാശിയായിരുന്നേ. അപ്പോഴത്തേക്കും അവിടെയും ഒത്തിരി ക്യൂ ഉണ്ടായിരുന്നു. അറ്റ് എ ടൈം എനിക്ക് തോന്നുന്നു 6 പിള്ളേരെ മാത്രമേ കയറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അവിടെ ക്യൂ നിൽക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് കയറാനുള്ള ടൈമായി. അടുത്ത റൈഡായിരുന്നു ഏറ്റവും കിടിലം. ഫ്രീ ഫോൾ പോലത്തെ ആയിരുന്നേ. ഒരു മസ്റ്റ് ട്രൈ ആണ്. അപ്പം ഞാനും കയറാൻ വേണ്ടി പോയി. അപ്പം ഞങ്ങൾ ആദ്യം രാകേഷ് ഏട്ടനും അരന്തേട്ടനും കയറിയതിന് ശേഷം പിന്നെയാണ് ഞാൻ കയറിയത്. അപ്പോൾ ഭയങ്കര ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും മേളിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർ 360 ഡിഗ്രി നമ്മളെ ഒന്ന് കറക്കും. അത് കറക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാഴ്സലോണ വീണ്ടും സിറ്റി ഫുൾ കാണാൻ പറ്റും. ഭയങ്കര ഒരു ബ്രെത്ത് ടേക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു ആ ഫ്രീ ഫോൾ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ അപ്പൂനും മിട്ടൂനുമുള്ള വേറെ കുഞ്ഞു കുഞ്ഞു 2-3 റൈഡിലും കൂടെയൊക്കെ കയറിയായിരുന്നു. എല്ലായിടും അത്യാവശ്യം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പം അവസാനമായപ്പോഴത്തേക്ക് അപ്പു പറഞ്ഞു എനിക്ക് ഹോഴ്സ് റൈഡിലും കൂടെ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിലും കൂടെ കയറി. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഇരുട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി ഡേ ആയിരുന്നു ഇത്. നമ്മൾ ആകെ മൊത്തം ടയേർഡാണ്. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മളിതാ ഇറങ്ങി നേരെ തിരിച്ച് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.